LDF അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചത് തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കാനെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്. വൈസ് പ്രസിഡന്റിനെതിരെ താൻ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, വികസന പ്രവർത്തനങ്ങളിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നും സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കഴിഞ്ഞ 9-ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 110 kV ലൈനുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരാൻ കാണാൻ പോയത് വൈസ് പ്രസിഡന്റിനെ അറിയിച്ചില്ലെന്ന് പറഞ്ഞ് ആദ്യം ചുമതലയായത് വൈസ് പ്രസിഡന്റ് വിജയകുമാരിയാണ്. താൻ നാടൻ ഭാഷയായ നിങ്ങൾ എന്ന് മാത്രമാണ് ഉപയോഗിച്ചത്. കമ്മിറ്റിയിൽ 2 വനിതാ അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ LDFിന്റെ അംഗങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ലഭിക്കുകയും അവർ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാളിതുവരെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പരസ്പര സമ്മതത്തോടും പരസ്പര സ്വീകാര്യതയോടും കൂടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം 110 kV ലൈനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രൈവറ്റ് സെക്രട്ടറി എന്നെ വിളിക്കുകയും അതിന് പ്രകാരം ഞായറാഴ്ച ഇവിടുന്ന് പോവുകയും ചെയ്തു. അത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള അറിയിപ്പിനെ തുടർന്നാണ് ഞായറാഴ്ച രാവിലെ പോകുന്നത്. 10:30 അവിടെ 11 മണിക്ക് തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ പോവുകയും അവിടെ റൂം എടുത്ത് തങ്ങി 10 മണിക്ക് തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അത് ശേഷം ഭരണസമിതി മീറ്റിങ്ങോ ഇല്ലെങ്കിൽ ഒരു കൂടിയാലോചനയോ അവധി ദിവസമോ ആയിരുന്നു. അതുകൊണ്ട് മറ്റ് ജനപ്രതിനിധികളെ ആരെയും അറിയിച്ചിട്ടില്ല. അത് തന്നെയല്ല 110 kV വിഷയം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വിഷയമായി എടുത്തുകൊണ്ട് സമരം നടത്തുകയും അതിനുവേണ്ടി KSEBിയുടെ ധർണ്ണ നടത്തുകയും എല്ലാ ജനപ്രതിനിധികളും ഒന്നിച്ചുകൊണ്ടാണ് ചെയ്തത്. അതിൻ്റെ സമരസമിതിയുടെ രക്ഷാധികാരിയായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ നടന്ന മീറ്റിങ്ങിൽ തിരഞ്ഞെടുത്തതുമാണ്. അതിന് പ്രകാരമാണ് തിരുവനന്തപുരത്ത് ചെല്ലുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചത്. അതിന് പ്രകാരമാണ് പോയത്. അത് ഭരണസമിതിയുടെ അനുമതിയില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ശനിയാഴ്ച നടന്ന തിങ്കളാഴ്ച നടക്കേണ്ട മീറ്റിങ്ങിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഇവിടെ പോയത്. അതിനിടയ്ക്ക് മീറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഒരു കമ്മിറ്റി കൂടാനോ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം. തനിക്ക് സമൂഹത്തിലുള്ള അംഗീകാരം തകർക്കുകയാണ് LDFിന്റെ ലക്ഷ്യം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ. LDFിന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും കമ്മിറ്റി തുടർന്നും നടന്നുവെന്നും സുരേഷ് കുഴിക്കാട്ട് ഇടുക്കി വിഷനോട് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.